അപ്പം ശാസ്ത്രം പറയുന്നത് ഒരാള് ഈ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന സമയത്തെ നമ്മുടെ അവബോധത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഏത് ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോൺഷ്യസ്നെസ്, അതാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ശിക്ഷാ ഗുരുക്കന്മാരും ദീക്ഷാ ഗുരു ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മഹാമന്ത്ര ജപത്തിൽ കൂടി നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ശുദ്ധമാകുന്ന മനസ്സിൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഭഗവാൻ അന്തര്യാമിയാണ്, ഭഗവാൻ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഭഗവാൻ അകത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാതാണ് നമ്മൾ ഈ ഭഗവാനെ വെളിയിലെല്ലാം തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ മാറ്റി ഭഗവാൻ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നതിനാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെ പ്രജ്ഞയും ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവസാന സമയത്ത് ആർക്കാണോ ഭഗവാൻ അകത്തിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടുന്നു. ഇപ്പൊ ഈ സോള് എന്നിട്ട് സൂക്ഷ്മ ശരീരവുമായിട്ട് പോകുന്ന ഈ ആത്മാവ് മറ്റൊരു ജനനിയുടെ ഉദരത്തിൽ പ്രവേശിച്ച് അത് നമ്മുടെ കർമ്മത്തിന്റെ ഫലം അനുസരിച്ചിട്ടും ഭഗവാന്റെ സൂപ്പർവിഷനിലും പിന്നെ എന്താണ് നമ്മുടെ അവബോധം എന്നുള്ള ആ അവസ്ഥയിൽ അല്ലേ. നല്ല കഥ, നല്ല ഉദാഹരണമായിട്ട് ഭരത മഹാരാജാവിന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ കഥ. അദ്ദേഹത്തിന് അവസാന സമയത്ത് മാൻകുട്ടിയെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി. അതുകൊണ്ട് അദ്ദേഹം മാനായിട്ട് ജനിച്ചു. ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് ഈ കോൺഷ്യസ്നെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മരണസമയത്ത് ഓർക്കാതിരിക്കണം. മരണസമയത്ത് ശരീരം വിട്ടുപോകുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കണം. അതിനാണ് ഈ പ്രാക്ടീസ് എല്ലാം നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിട്ടുപോകുമ്പോ ഈ ശരീരം ഉപേക്ഷിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ജീവാത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് ഒരു പുരുഷനിൽ കൂടി സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനനുസരിച്ചുള്ള ശരീരം, അത് മനുഷ്യനായോ മൃഗമായോ പക്ഷിയായോ എങ്ങനെയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ശരീരം നമ്മൾക്ക് എടുക്കേണ്ടതായിട്ട് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The soul can travel with the subtle OBE, out of body experience, NDE, hypnotic regression into past lives. Yogis, siddhis are therefore possible. അപ്പം ഈ ആത്മാവിന് അതിന്റെ സൂക്ഷ്മ ശരീരവുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആത്മാവ് യാത്ര ചെയ്യുന്നത് അതിന്റെ സൂക്ഷ്മ ശരീരവുമായിട്ടാണ്. അത് ഏത് അവസ്ഥയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആത്മാവിന് അതിന്റെ സൂക്ഷ്മ ശരീരവുമായിട്ട്, ആ സൂക്ഷ്മ ശരീരം ബാക്കി ഉണ്ടെങ്കിൽ, സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനസ്സും ബുദ്ധിയും നിത്യാഹങ്കാരവും, ഈ മൂന്നും കൂടെ ചേർന്ന നമ്മുടെ കർമ്മത്തിന്റെ ഫലം ബാക്കിയായിട്ട് ഇരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് അവസ്ഥയാണെങ്കിലും ആത്മാവിന് ഈ സൂക്ഷ്മ ശരീരവുമായിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുകയില്ല. സൂക്ഷ്മ ശരീരത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് പോകാൻ പറ്റും. എന്നാൽ സൂക്ഷ്മ ശരീരം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സൂക്ഷ്മ ശരീരത്തിനെ കൊണ്ടുപോകാതിരിക്കാൻ ആത്മാവിന് പറ്റുകയില്ല. കാരണം അത് തമ്മിൽ കണക്റ്റഡ് ആണ്. അതാണ് അതിന്റെ ബന്ധം എന്ന് പറയുന്നത്. അപ്പം ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. യോഗികളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ശരീരം ടെമ്പററി ആയിട്ട് ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സംഭവം. പിന്നെ NDE, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരണം ആസന്നമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള എക്സ്പീരിയൻസ്. അപ്പൊ അവരോട്, അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരുപാട്
ചരിത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവരൊരു വലിയ ഒരു പ്രകാശത്തിന്റെ വലിയ ഒരു നൂപുരം കണ്ടു എന്നും, ഒരു പ്രകാശത്തിന് അങ്ങനെ ഒരു ഗുഹയിൽ കൂടി ട്രാവൽ ചെയ്തു എന്നും, വളരെ അഗാധമായ ഗർത്തത്തിലേക്ക് പതിക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. അതുപോലെ ഹിപ്നോട്ടിക് റിഗ്രഷൻ ഇൻ ടു പാസ്റ്റ് ലൈഫ്. നമ്മൾ ആ ഒരു സമയത്ത്, മരണം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ മറന്നിരുന്ന പല കാര്യങ്ങളും ഓർത്ത് അന്നേരം അത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈ മരണത്തിന് തൊട്ടു മുമ്പായിട്ട് ഒരു 3 ദിവസം മുമ്പേ തന്നെ നമ്മൾക്ക് ഇതിന്റെ ഒരു സിംറ്റംസ് ഒക്കെ ഈ ആളിന് കിട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്ന, അങ്ങനെ മരിക്കാനൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ആള് വന്നിരിക്കുന്നു, അവിടെ ഒരാൾ നിൽക്കുന്ന, ആരാ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും. കാരണം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളിന്, മരിക്കാൻ പോകുന്ന ആളിന് ഇത് കാണാൻ പറ്റും. അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നതും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാസ്റ്റ് ഡീഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫിലിമിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇതെല്ലാം കാണിച്ചു കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മനസ്സിലായി? ഈ സമയത്തൊന്നും നമ്മൾ ഭഗവാനെ ഓർത്തിട്ടില്ല, അല്ലെങ്കിൽ ഭക്തിപ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഭക്തിപ്രവർത്തനം ചെയ്തിട്ടില്ല, ഭക്തന്മാരെ ധിക്കരിച്ചിട്ടുണ്ട്, ഭക്തന്മാരെ അനുസരിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ ആ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമ്മളെ ഷോർട്ട് ഫിലിമിൽ എന്ന പോലെ തന്നെ നമ്മളെ കാണിച്ചു തരും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിപ്നോട്ടിക് റിഗ്രഷൻ ഇൻ ടു പാസ്റ്റ് ലൈഫ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ എന്താ, അപ്പൊ ആർക്കും ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ വെറുതെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ ഇത് ആര് കാണാനാണ്? മനസ്സിലായി? ഇതെല്ലാം ദിക്കുകൾക്കെല്ലാം അധിപന്മാരുണ്ട്. അവര് ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാ ദിക്കുകളുടെ അധിപന്മാരും പിന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് പ്രകാശമായിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഇതിന്റെ കൂടെ സാക്ഷി, പരമാത്മാവ് സാക്ഷി രൂപത്തിലിരിക്കുന്നു. അപ്പം ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട്. അപ്പൊ ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നു. യോഗീസ് സിദ്ധീസ് ആർ ദെയർഫോർ പോസിബിൾ. അങ്ങനെ യോഗ ചര്യ എന്ന് പറയുന്നത്, അതായത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശം, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, മരിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിചാരിച്ച ആൾ തിരിച്ചു വന്നിട്ട് കഥകൾ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഹിപ്നോട്ടിക് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ പാസ്റ്റ് ജന്മത്തിൽ, ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലും ഒക്കെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നു. ഇതൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ പോയിട്ട് യോഗയൊക്കെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല യോഗികളെ കുറിച്ച്, യോഗി ബാബമാരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും പറയുന്നുണ്ട്. ഹിമാലയത്തില് 2000 വർഷം ആയുസ് ഉള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ആയുസ് എത്ര വർഷം കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ യോഗിമാര് ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും ഈ യൂട്യൂബിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവര് യോഗ സിദ്ധികൾ കൊണ്ട് അവരുടെ ഈ ആക്ടിവിറ്റീസ് മുഴുവൻ നിയന്ത്രിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതെല്ലാം ഈ ശാസ്ത്രത്തിൽ പോസിബിൾ ആണ്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. ഇത് പണ്ട് ഏതോ യുഗത്തിൽ നടന്നിരുന്നു എന്നും ഇതൊന്നും ഇപ്പൊ നടക്കുകയില്ല എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഈ അഷ്ടസിദ്ധികൾ, അഷ്ടാംഗയോഗമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അഷ്ടസിദ്ധികൾ ഉണ്ടാവുന്നു. അവർക്ക് അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നതിനും, അവർക്ക് ജലത്തിനടിയിൽ പോയി അവിടെ ഇരിക്കുന്നതിനും, ജലത്തിന് മുകളിൽ കൂടി നടക്കുന്നതിനും, ഏറ്റവും ചെറുതിനേക്കാൾ ചെറുത് അണുവിനേക്കാൾ അണുവാകുന്നതിനും, ഏറ്റവും വലുതിനേക്കാൾ വലുവാകുന്നതിനും, മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിദ്ധികൾ, ഈ അഷ്ടസിദ്ധികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ യോഗ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതിപ്പോഴും ചെയ്യുന്ന ആൾക്കാര്, അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്കിപ്പോഴും ഉണ്ട് എന്ന് ഈ യൂട്യൂബൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ബോഡീസ് ആർ tailor-made to satisfy soul's desires. A tailor measures and stitches a perfect suit for us. ഈ ബോഡി എന്ന് പറയുന്നത്
ഒരു തയ്യൽക്കാരൻ നമ്മളുടെ ശരീരത്തിന് പറ്റുന്ന ഒരു ഉടുപ്പ് നമുക്ക് തയ്ച്ചു തരുന്നത് പോലെയാണ്. അതായത് നമ്മൾ തൊട്ടുമുമ്പിലത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തിനും സബ്റ്റിലായിട്ടുള്ള ബോഡി, ആ സൂക്ഷ്മ ശരീരത്തിനും അനുസരിച്ച് ഈ സൂക്ഷ്മ ശരീരം കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ സൂക്ഷ്മ ശരീരം കൊണ്ട് പോകുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ശരീരം നമ്മൾക്ക് ഫിറ്റാക്കി തരുന്നു പ്രകൃതി എന്ന് പറയുന്ന തയ്യൽക്കാരൻ. അതവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് ഈ ഭൗതിക ശരീരത്തിനെക്കുറിച്ചുള്ള ഭൗതിക ലോകത്തിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വേണ്ട, ഈ 84 ലക്ഷം ശരീരവും എനിക്ക് ദുഃഖം മാത്രമേ തരികയുള്ളൂ, അത് പ്രശ്നമാണ്. അതിൽ എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ദുഃഖിക്കാൻ ഇടവരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്ന ഒരാളിന് ഇതിലൊരു ശരീരവും സ്വീകരിക്കാതെയും തിരിച്ചു ഭഗവാന്റെ ആധ്യാത്മിക ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള അവസരവും കിട്ടും. അവിടെയും അങ്ങനെയും ഭഗവാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നു. അപ്പൊ അതാണ് ആഗ്രഹമെങ്കിൽ അതും നടത്തിത്തരും. അല്ല, ഈ ഭൗതിക ലോകത്തിൽ 8.4 മില്യണിലെ ഏതെങ്കിലും ഒരു ലൈഫാണ് വേണ്ടതെങ്കിൽ അതും നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സാധിച്ചു തരും. ഇതെല്ലാം ഭഗവാൻ, ഇതിനെല്ലാത്തിനും ഭഗവാന് ശക്തിയുണ്ട്, ഭഗവാൻ ഇതെല്ലാം ചെയ്യും. വിതിൻ ശ്രീമദ് ഭാഗവതം ഈസ് ദി പൊട്ടൻഷ്യൽ ബേസിസ് ഓഫ് ഗ്രേറ്റ് സയന്റിഫിക് റിസർച്ച് വർക്ക്. For it explains how subtle forms are generated from the ethereal elements, how the tangible elements, namely air, fire, water, and earth, are manifested from the subtle form. അപ്പം ശ്രീമദ് ഭാഗവതം ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ 5 എലമെന്റ്സ്, ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന 5 കാര്യങ്ങൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരികയും അത് എപ്രകാരമാണ് ഒരു ശരീരമായിട്ട് അല്ലെങ്കിൽ വിവിധങ്ങളായ ശരീരങ്ങളായിട്ട് ഇത് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജഡഭരത മഹാരാജാവ് രഘുഗണ രാജാവിനോട് അദ്ദേഹം ഉപദേശം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, രാജാവേ, ഈ രാജാവെന്ന് കരുതപ്പെടുന്ന ഈ ശരീരവും ഒരു പക്ഷിയുടെ ശരീരവും ഒരു മൃഗത്തിന്റെ ശരീരവും ഒരു വൃക്ഷത്തിന്റെ ശരീരവും എല്ലാം ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഈ മണ്ണിന്റെ രൂപാന്തരങ്ങൾ മാത്രമാണ്. വിവിധ കർമ്മങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായ രൂപാന്തരങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം. ഇതെല്ലാം വീണ്ടും നമ്മൾ മണ്ണിലേക്ക് തന്നെ ചേരുന്നതാണ്. ഇതെല്ലാം ഈ മണ്ണിന്റെ അവസ്ഥാന്തരങ്ങൾ മാത്രമാണ്. മരിച്ചു കഴിഞ്ഞ് ഈ ശരീരം എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അതിന്റെ ജലാംശം എല്ലാം പറ്റി അത് ലാസ്റ്റിൽ അത് ചുക്കി ചുളിഞ്ഞ് പൊടിഞ്ഞ് മണ്ണായിട്ട് തന്നെ അവശേഷിക്കുന്നു. അപ്പൊ അതിനകത്തിലുള്ള വെള്ളവും അഗ്നിയും വായുവും എല്ലാം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് ചേരുന്നു. അത് മണ്ണായിട്ട് ഈ ഭൗതികമായ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഒരു ശരീരം വേണമെങ്കിലും ഭഗവാൻ പറയുന്നുണ്ട്, അതെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടും. അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മനസ്സിലായി? പഞ്ചഭൂതങ്ങൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് അതിന്റെ പല വിധത്തിലുള്ള കോമ്പിനേഷനിൽ കൂടി നമ്മളുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾക്ക് വിവിധങ്ങളായ ശരീരങ്ങൾ ലഭിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ജന്മം ഏതാണ് എന്ന് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഭഗവാനല്ല തീരുമാനിക്കുന്നത്, നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്ന് ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, തെറ്റ് ചെയ്തിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായി, അങ്ങനെ വന്നു. ഭഗവാൻ നമുക്ക് മനുഷ്യന്റെ ശരീരം തന്നു. എന്തിനു വേണ്ടിയാണ്? കറക്ഷൻ, നമ്മളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഒരു തെറ്റ് ചെയ്തു, 6 മാസത്തേക്ക് ശിക്ഷിച്ചിട്ട് ജയിലിട്ടു. ആ ചെറിയ തെറ്റിന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസത്തെ ജയിൽ ശിക്ഷയാണ്, ജയിൽവാസം. അത് കഴിഞ്ഞു ജയിലിൽ പോയ ആള് ജയിലിൽ വെച്ചിട്ട് ഒരു വലിയ ക്രിമിനലായിട്ട് വീണ്ടും തിരിച്ച് വെളിയിലേക്ക് വരുന്നു, വീണ്ടും ശിക്ഷിക്കപ്പെടുന്നു. ഇപ്രാവശ്യം ശിക്ഷിക്കുന്നത് 6 മാസത്തേക്കല്ല, 6 വർഷത്തേക്കായിരിക്കും. അപ്പൊ അങ്ങനെ ശിക്ഷയുടെ ദൈർഘ്യം കൂടുന്നു.
എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് പറ്റിയത്. ഭഗവാന്റെ ധാമത്തിൽ നിന്ന് മനുഷ്യജീവനായിട്ട് തന്നെ, ഒരു മനുഷ്യനായിട്ട് തന്നെ നമ്മളെ ഇവിടത്തേക്ക് സൃഷ്ടിച്ചു. ഭഗവാൻ പറഞ്ഞു, ഓക്കെ, ആ മനസ്സിൽ ആഗ്രഹം വന്നതുകൊണ്ട് അത് ആസ്വദിച്ചിട്ട് തിരിച്ചു വരിക. പക്ഷെ അവിടെ ഭൗതിക ലോകത്തിൽ സ്റ്റക്കായി പോകരുത്, നീ തിരിച്ചു വരണം. അതിനുവേണ്ടി ഞാൻ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും സദ്ഗുരുക്കന്മാരെയും തന്നിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് തിരിച്ചു വരിക. ഇതായിരുന്നു കണ്ടീഷൻ. പക്ഷെ ഈ ചെറിയ ശിക്ഷ, 6 മാസം ശിക്ഷ മേടിച്ച് പോയ നമ്മൾ എന്ത് ചെയ്തു? അകത്ത് ചെന്നപ്പോഴ് അവിടുത്തെ ഫെസിലിറ്റി എല്ലാം കണ്ടപ്പം നമ്മൾ അതിലങ്ങ് രമിച്ചു പോയി. അവിടെ വെച്ചിട്ട് ചെറിയ തെറ്റ് ചെയ്ത് അകത്ത് പോയ ആള് വലിയ ക്രിമിനലായിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ചെയ്യുകയും അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മളുടെ കർമ്മഫലങ്ങൾ കൂടിക്കൂടി വരികയും ഇത് ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മായ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് പെട്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് ഇപ്പോഴും നമ്മളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഭക്തിയുടേതുമായിട്ടുള്ള ഒരു വഴിയും, അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും ഭൗതികവാദത്തിൻ്റെതുമായിട്ടുള്ള 2ാമത്തെ വഴിയും. രണ്ടും നമ്മളുടെ മുന്നിൽ ഓപ്പണാണ്. ഏതു വഴി വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിനകത്തിൽ ഭഗവാൻ നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നമ്മൾക്ക് തീരുമാനിക്കാം ഏത് വഴി നമ്മൾക്ക് സെലക്ട് ചെയ്യണം, ഏത് വഴിയിൽ കൂടി മുന്നോട്ട് പോകണം എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. സത്യമായിട്ടും ധർമ്മമായിട്ടും ഭക്തിയോടെയും കൂടി ജീവിച്ചിട്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് തിരിച്ചുപോയി ഭഗവാന്റെ ധാമത്തിൽ എത്താം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. അതിന് നമുക്ക് ശ്രീമദ് ഭാഗവതം തന്നിട്ടുണ്ട്, ഭഗവത്ഗീത തന്നിട്ടുണ്ട്, ആചാര്യന്മാരുണ്ട്. പിന്നെ ഭക്തി വളരുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പാരഫർണേലിയ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ട് തിരിച്ചു പോകാം. അതൊരു വഴിയാണ്. രണ്ടാമതാണെങ്കിലും സ്കൂളിൽ കുട്ടികളെ കൊണ്ട് വിടുന്നു, അവർക്ക് പുസ്തകം കൊടുത്തിട്ടുണ്ട്, ട്യൂഷൻ ഉണ്ട്, സ്കൂളിൽ അധ്യാപകരുണ്ട്, റെഫർ ചെയ്യാനായിട്ട് ലൈബ്രറി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം എന്താണ്, ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവരത് ക്ലാസ്സിൽ പറയുന്നത് കേട്ട് പഠിക്കുക, ടീച്ചർമാർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ലൈബ്രറിയിൽ പോയി റെഫറൻസ് ഗ്രന്ഥങ്ങൾ നോക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പഠിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കും. ഇതിലൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല, വീണ്ടും അങ്ങനെ കിടക്കും. അപ്പൊ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അവസ്ഥ എന്നാണ് പറഞ്ഞത്. ശ്രീമദ് ഭാഗവതം നമുക്ക് തന്നിരിക്കുന്നു. ഭാഗവതം എന്ന് പറയുന്ന ഈ ഒരൊറ്റ ഗ്രന്ഥം മാത്രം മതി ഏത് പതീത ജീവാത്മാവിനെയും ഈ ഭൗതിക ലോകത്തിന്റെ ഈ ജഡരാജ്ഞയിൽ നിന്ന്, ഇത് ഒരു വലിയ അഗ്നി, ദാവാഗ്നി എന്നാണ്. ദാവാഗ്നി നിർവാപനം നമുക്ക് ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട് അല്ലെ, മംഗളാരതി ചെയ്യുമ്പം ആ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്. ഈ ദാവാഗ്നിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നതിനാണ് ഗുരു വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് തരത്തിലുള്ള അഗ്നിയാണെങ്കിലും ആ അഗ്നിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ ഭക്തി വളർത്തി നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കുക, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു പർപ്പസിന് വേണ്ടി, ആ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഭഗവാൻ സാഹിത്യ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഇപ്പം ശ്രീമദ് ഭാഗവതം മാത്രം വഴി മതി എല്ലാ ജീവാത്മാക്കളെയും, എല്ലാ ബദ്ധ ജീവാത്മാക്കളെയും, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കണ്ടീഷൻഡ് സോൾ ആണെന്ന് പറഞ്ഞു അല്ലെ, നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പ്രവൃത്തിയുടെ ചലനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാം. എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ജന്മങ്ങളും അത് ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്രവർത്തികളുടെയും ഫലമായിട്ട് നമ്മളെ ട്യൂൺ ചെയ്തു വെച്ചിരിക്കുന്നു. അങ്ങനെ ഒഴുക്കിനെ എതിരായിട്ടല്ല, ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല എവിടേക്കാണ് ഈ പോകുന്നത്, എങ്ങോട്ടാണ് നമ്മൾ ഈ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര ജന്മങ്ങൾ എടുത്തിരിക്കുന്നു, ഇനി എത്ര ജന്മങ്ങളുണ്ട്, എത്ര ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു, എന്തെല്ലാം അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിന് ഒരു ശ്മശാന വൈരാഗ്യം വരും. ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മരണത്തെക്കുറിച്ച് എങ്കിലും ആലോചിക്കുമ്പം ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തോന്നും. ആ ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ശ്മശാന വൈരാഗ്യം വരണം. അതിന് നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ, അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമാണ് ഭഗവാന്റെ സാഹിത്യാവതാരമായ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തില് ഈ സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ചും സ്ഥൂല ശരീരത്തിനെ കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളെ കുറിച്ചും അങ്ങനെ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന ഉന്നതരായ വൈഷ്ണവരെ കുറിച്ചും നമ്മൾക്ക് വളരെയധികം കഥാ സന്ദർഭങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭക്തി വളർത്തുന്നതിന് വേണ്ടിയിട്ട്. ഭക്തി മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാനൊരു മാർഗം. ഭക്തി കൊണ്ട് മാത്രമേ ഒരാളിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു ബദ്ധജീവാത്മാവിന് ഭക്തി കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ കൂടി, ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൽ കൂടിയെങ്കിലും ഭാഗവതം ആത്മാർത്ഥമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മൾ അപ്രകാരം ഭക്തി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുന്ദുവായിരിക്കും. പരീക്ഷിത മഹാരാജാവിനും ധ്രുവ മഹാരാജാവിനും പ്രഹ്ലാദ മഹാരാജാവിനും അങ്ങനെ എത്രയോ ഭക്തന്മാർക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി നമ്മൾ കേട്ടിരിക്കുന്ന എത്രയോ ഭക്തന്മാരുടെ കഥകൾ, അജാമളന് കിട്ടിയിരിക്കുന്ന മോക്ഷം, അങ്ങനെ എത്രയോ പേർക്ക് അത് നമ്മൾക്കും പ്രാപ്യമാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഉത്തമ ഗ്രന്ഥമാണ്, അമലപുരാണമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. Mental activities or psychological activities of thinking, feeling and willing are also activities on the platform of ethereal existence. നമ്മൾ ഈ ചിന്തിക്കുന്നത് മാനസികമായ ഊഹാപോഹങ്ങള്, സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങള്, പിന്നെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആഗ്രഹങ്ങള്, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എറ്റേണൽ എക്സിസ്റ്റൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിലായി? ഇത് നമ്മൾ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളിൽ കൂടി ചിന്തിച്ച് ഒരു കൂടുതൽ നമ്മൾ ജന്മം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തമാക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഇത് നമ്മളെ തള്ളിവിടുന്നു ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതേ ആക്ടിവിറ്റി തന്നെ നമ്മൾ ഭക്തിയിലേക്കും ഭഗവാനിലേക്കും ഈ മാനസികമായ ഊഹാപോഹങ്ങളും നമ്മളുടെ ജ്ഞാനവും അതെല്ലാം മാറ്റിവെച്ചിട്ട് കൂടുതൽ നേടണമെന്നും അല്ലെങ്കിൽ ഈ നേടിയൊന്നും പോരാ എന്നുമുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്തുമാത്രം നേടിയിരിക്കുന്ന ആളിനും ഈ ശരീരം ഉപേക്ഷിച്ചു പോകേണ്ടതായിട്ട് വരുന്നു. എത്രയോ വലിയ ഭൗതികവാദികളായിരിക്കുന്ന ആൾക്കാരുടെ കഥകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. രാവണനെ പോലെയും കുംഭകർണനെ പോലെയും ഒക്കെയുള്ള ആൾക്കാരുടെ എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. ഇവർക്കൊന്നും അവർ നേടിയതും അവരാർജിച്ചതുമായ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ശരിയായ അവബോധത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഈ വക ചിന്താഗതികൾ മാറ്റിവെച്ചിട്ട് ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും അതുവഴി ഭഗവാനിലേക്ക് അടുക്കുന്നതിനുമുള്ള അവസ്ഥ ഉണ്ടാവുന്നതാണ്. മെന്റൽ എക്സിസ്റ്റൻസ് into tangible form as soon as there is an opportunity. So the soul being carried by the subtle body occupies a womb depending on the unfulfilled desires stored in the subtle body. അതായത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ പറഞ്ഞു, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാമനകൾ, ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇന്നതിനൊക്കെ ആവണം, എനിക്ക് ഇന്നത് ആയിരിക്കണം, എനിക്ക് വെട്ടിപ്പിടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഒരു ജന്മം കൊണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അപ്പൊ അങ്ങനെ സാധിക്കാതിരുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ അത് കിടക്കും, ആഗ്രഹങ്ങളായിട്ട് തന്നെ അവശേഷിക്കും. അപ്പോഴ് ഈ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നതിന് വേണ്ടിയാണ് അടുത്ത ഒരു
ശരീരം നമ്മൾക്ക് കിട്ടുന്നത്. ഈ ആഗ്രഹപൂർത്തി നമ്മൾക്ക് ആ ശരീരത്തിൽ, അതായത് നമ്മൾ ബാക്കി വെക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു ശരീരമാണ്, അല്ലെങ്കിൽ അതിനു പറ്റിയ ഒരു കോൺഷ്യസ്നെസ് ആണ് മരണസമയത്ത് ഉണ്ടാവുന്നത്. അതിനു പറ്റിയ ഒരു ശരീരം നമ്മൾക്ക് അതിനടുത്ത ജന്മത്തിൽ കിട്ടും. ആ ശരീരത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഇപ്പോൾ നടക്കാൻ പറ്റാതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. ഒരുപക്ഷെ ആ ജന്മത്തിലും പൂർണ്ണമായിട്ട് നടത്തില്ല. കാരണം എന്താ, നമ്മുടെ ഈ ജന്മം മുഴുവനും പലവിധ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ കൂടുതൽ ചിന്തകൾ വരാനും കൂടുതൽ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇത് കാരണമാകും. അപ്പോൾ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒക്കെ നടക്കാതെ പോകുന്ന ബാക്കി വെച്ചിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് അതിനടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആഗ്രഹങ്ങളാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ജന്മം എടുക്കാൻ പ്രാപ്തമാക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും വിരക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, വൈരാഗ്യം ഉണ്ടാവണം. ആ വൈരാഗ്യം വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ ഇനിയും എടുക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ മനസ്സിൽ ആഗ്രഹങ്ങൾ വരാം. ഈ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദോഷമായിട്ടുള്ള കാര്യമല്ല. അതായത് നമ്മൾക്ക് ചില പ്രഭുപാജിയും ഗുരുമരാജും ഒക്കെ നമ്മുടെ ആചാര്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ ലിവിങ് എൻറ്റിറ്റിയാണ്, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്കും എല്ലാവിധ ആഗ്രഹങ്ങളും ഉണ്ടാകും. ധനം സമ്പാദിക്കണമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അത് കൃഷ്ണാവബോധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ദോഷത്തിൽ നിന്ന്, അത് നമ്മളെ ബന്ധിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ധനം സമ്പാദിക്കുന്നു, അതിന്റെ ഒരു ഭാഗം നമ്മൾ ഭക്തിയുടെ ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ടും ഭഗവാന്റെ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ബുദ്ധിശക്തിയും നമ്മളുടെ സമയവും നമ്മളുടെ പ്രവൃത്തി ഒക്കെ നമ്മൾ ഭക്തിയുടെ ഭഗവത് സേവനത്തിന് വേണ്ടിയും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മുടെ ഉള്ളിലും വിരക്തി വരികയും ഒരു സമയം വരുമ്പോൾ നമ്മൾക്ക് ഇതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നും ഭക്തിയുടെ ഭഗവത് സേവനമാണ് അതിന്റെ പരമമായ ലക്ഷ്യം എന്നും ബോധ്യമാവുകയും അങ്ങനെ ഭഗവാനിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ശരീരം വിട്ടുപോകുന്നതിന് ഉള്ള ഒരവസ്ഥ ഉണ്ടായി വരികയും ചെയ്യും. എന്നാൽ ഭൗതികവാദിയായിട്ടിരിക്കുന്ന ഒരാളിന് അവസാന സമയം വരെ, നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾക്ക് ഇനിയും നേടണം, ഇനിയും നേടണം, ഇനിയും എനിക്ക് ആസ്വദിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ ഫലമായിട്ട് ഭഗവാനെ ഓർക്കാനായിട്ട് പറ്റുന്നില്ല. അവസാന നിമിഷം പോലും നമ്മൾ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അതിന്റെ ദോഷമാണ് നമ്മൾക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്ന് ജനിക്കേണ്ടതായിട്ട് വരുന്നത്. മനസ്സിലായി? എന്നാല് ഭക്തനായിട്ട് തീരുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സമയം അടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിവുണ്ടാവും. നമ്മൾക്ക് ഭക്തിയുടെ ഭഗവത് സേവനത്തോടുകൂടി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇനിയും ഈ ഭൗതിക ലോകത്തിലേക്ക് വരണ്ട, ഇത് ദുഃഖമാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി ഭഗവാന്റെ സ്മരണയോടുകൂടി ആത്മശാന്തിയോടുകൂടി തിരിച്ചു പോകാനുള്ള അവസരം കിട്ടും. അതാണ് കൃഷ്ണാബോധം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. Do you like to sleep a lot? Yes, you can have a polar bear's body and you can sleep for 6 months in a year without being ridiculed by your friends or scolded by your parents. ഉറങ്ങാനാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനാണ് ആഗ്രഹമെങ്കിൽ എന്താണ്, പോളാർ ബിയറിന്റെ ശരീരം കിട്ടും. ആ ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ 6 മാസം സുഖമായിട്ട് ഉറങ്ങാം. ജീവിതത്തിന്റെ പകുതി ഉറങ്ങി തീർക്കാം ഓരോ കൊല്ലവും. മനസ്സിലായി? ആരും ഒരു കംപ്ലൈന്റും പറയത്തില്ല. അങ്ങനെയാണ് അതിന്റെ സൃഷ്ടി, അങ്ങനെയാണ് ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എന്താണ് ആഗ്രഹം? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉള്ള ശരീരം നമ്മൾക്ക് കിട്ടുമെന്ന് പറയുന്നത് ഇതാണ്. കൂടുതലും
ഉറങ്ങുന്നതിനും ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ആ രീതിയിൽ എന്താണ് നമ്മുടെ ആഗ്രഹം, ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ശരീരം കിട്ടും. എല്ലാ ആൾക്കാർ പറയത്തില്ലേ, മറ്റേ ചിലർക്ക് നീന്തുക എന്നുള്ളതാണ് ആഗ്രഹം, ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ് നീന്തി, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടും. പ്രവാചി ഒരു പർപ്പോട്ടാറ്റി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് മത്സ്യത്തിന്റെ അല്ലെങ്കിൽ അക്വാറ്റിക് ആയിട്ടുള്ള ബോഡി കിട്ടും. മനസ്സിലായി? അങ്ങനെ ഈ നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുക എന്നുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് കടുവയായിട്ടും സിംഹമായിട്ടും അങ്ങനെയുള്ള ജീവജാലങ്ങളായിട്ട് കിട്ടും. മനസ്സിലായി? അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബോഡികൾ കിട്ടും. അപ്പൊ അതാണ് നമ്മൾക്ക് ഈ അവബോധം എപ്രകാരം ഇരിക്കുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ആ ഒരു എൻജോയ്മെന്റ് ഏത് കാര്യത്തിലാണ് നമുക്ക് പർട്ടിക്കുലറായിട്ട് നമുക്കൊരു താല്പര്യം കൂടുതലായിട്ട് നിൽക്കുന്നത്, ഭഗവാൻ അത് ഫുൾഫിൽ ചെയ്യത്തക്ക രീതിയിൽ, അത് ആ ആഗ്രഹം നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ അതിനനുസരിച്ചുള്ള ഒരു ശരീരം നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്നു. ആണ് പഠനത്തിൽ കാണിച്ചിരിക്കുന്നത്. ഡു യു ലൈക്ക് ടു ഈറ്റ് ഫ്ലഷ് ആൻഡ് ഡ്രിങ്ക് ബ്ലഡ്? നേച്ചർ സൈസ് കം ഓൺ ടേക്ക് ദിസ് ബോഡി ഓഫ് എ ടൈഗർ ഓർ ലയൺ. ഉണ്ടോ? നമ്മൾക്ക് ഇപ്രകാരമുള്ളതാണ് കൂടുതൽ മത്സ്യ മാംസാദികളൊക്കെയാണ് നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കിടക്കുന്നതെങ്കിൽ ഇതിന് അവസാന ശ്വാസം പോലും അതായത് പല ഡിവോട്ടികളും പല ഭക്തന്മാരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അവസാന ശ്വാസം കിടക്കാൻ സമയത്തും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യം കഴിക്കണമെന്നും മാംസം കഴിക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. മനസ്സിലെ? അപ്പൊ ആ ആഗ്രഹം വെച്ചുകൊണ്ട് മരിക്കാൻ പോകുന്ന ആള് അവസാന ശ്വാസം എടുക്കുമ്പോഴും ഇതാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഈ എൻജോയ്മെന്റ് ചെയ്യണമായിരുന്നു, മത്സ്യമാംസാദികൾ കഴിക്കണമായിരുന്നു എന്നുള്ളതാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു ശരീരമാണ് അടുത്ത് കിട്ടുന്നത്. ആ ശരീരത്തിലിരിക്കുമ്പോൾ ആരും ഒരു കടുവയുടെ ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ജീവിയുടെ ശരീരമാണെങ്കിൽ ആരും നമ്മളെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. അവിടെ ഇത് കഴിച്ചുകൂടാ, മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞ് ആരും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടത്തിന് എന്ത് കഴിയുന്നത്രയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതാണ് ആഗ്രഹമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ശരീരം പ്രകൃതി നമുക്ക് തരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹമാണ് നമ്മളുടെ അടുത്ത ശരീരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്താണ് നമ്മുടെ ആഗ്രഹം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശരീരം തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടിയിരിക്കും. ഡു യു ലൈക്ക് ടു ബി ഇൻ വാട്ടർ ആൾവേസ് ആൻഡ് കീപ് സ്വിമ്മിങ്? എപ്പോഴും വെള്ളത്തിലാണ്, നീന്തുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് സം സ്വിമ്മേഴ്സ് ആർ മാഡ്, they want to swim from all straight to English Canal. മനസ്സിലായി? അവർക്ക് ഈ ഇംഗ്ലീഷ് കനാൽ നീന്തി കിടക്കുന്നതാണ് അവർക്ക് താല്പര്യം. മനസ്സിലായി? ഏറ്റവും വലിയ റിസ്ക് ഉള്ള ഭാഗമാണെന്നാ പറയുക. ഒരുപാട് ഹിംസ ജീവജാലങ്ങൾ അവർക്ക് പിടിച്ച് നമ്മളെയൊക്കെ കടിച്ചു മുറിച്ച് തിന്നുന്ന സൈസ് ഷാർക്കും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ ഇംഗ്ലീഷ് കനാലൊക്കെ നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വലിയ ഹരമാണ്. മനസ്സിലായി? അങ്ങനെ അവർ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട്, പല ആൾക്കാർക്കും അങ്ങനെ അപകടം പറ്റാറുമുണ്ട്. അപ്പം അതാണ് ആഗ്രഹമെങ്കിൽ അതിന് പറ്റുന്ന ശരീരം നമുക്ക് അടുത്ത കാര്യം ആ കനാലിന്റെ ആ കടലിടുക്കിൽ ജനിക്കത്തക്ക രീതിയിൽ ശരീരം കിട്ടി എപ്പോഴും അവിടെ നീന്തിക്കൊണ്ടിരിക്കാം. അതായിരിക്കും അടുത്ത ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏത് രീതിയിലാണോ നമ്മുടെ അവബോധം കിടക്കുന്നത് അതിനനുസരിച്ചുള്ള ശരീരം തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്നു. ഇത് ഭഗവത്ഗീത കൺഫേം ചെയ്യുന്നുണ്ട്. യം ഭാവി സ്മരൺ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. ഏത് ഭാവമാണ് നമ്മുടെ മനസ്സിനകത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ ഭാവം തന്നെ നിനക്ക് അടുത്ത ജന്മം കിട്ടുന്നു. സദാ തദ്ഭാവ ഭാവിത. എന്തിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെ നമ്മൾക്ക് കിട്ടുന്നതാണ്. അന്ധകാലേജ മാമേവ. അതിന്റെ കൂടെ ഭഗവാൻ അടുത്ത ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിച്ച് എന്നെയാണ് ഓർക്കുന്നതെങ്കിൽ അവസാന ശ്വാസത്തിന്റെ സമയത്ത് അന്ധകാലേജ മാം ഏവ, എന്നെ മാത്രം ഓർക്കുകയാണെങ്കിൽ, അപ്പം പിന്നെ മത്സ്യത്തിനെ കുറിച്ചും മാംസത്തിനെ കുറിച്ചും ബാക്കിയുള്ള ചിന്താഗതികളെ കുറിച്ചും ഒന്നും ഓർക്കരുത്. അന്ധകാലേജ മാമേവ സ്മരൺ കളേവരം. അങ്ങനെയാണെങ്കിൽ എപ്രയാതി സമദ്ഭാവം, തീർച്ചയായിട്ടും നീ എന്റെ ധാമത്തിലേക്ക് വരും, എന്നെ പ്രാപിക്കും. എപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. അതിനൊരു സംശയവുമില്ല, ഒരു ഡൗട്ടും ഇല്ല. തീർച്ചയായിട്ടും നീ എന്റെ ധാമത്തിൽ വരും, എന്നെ പ്രാപിക്കും. അതിനു വേണ്ട ശരീരം നിനക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു അർജുനനോട്. അപ്പം നമ്മുടെ ചിന്താഗതി, നമ്മുടെ കോൺഷ്യസ്നസ് അവസാന സമയം
നമ്മുടെ അവബോധം എന്താക്കി മാറ്റണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. Do you want to always fly in aeroplane, glides, etc.? Yes. Nature says, take the body of a bird. എപ്പോഴും പറന്നു നടക്കാനും ഗ്ലൈഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, മനസ്സിലെ? അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നു, ഓക്കെ, നിനക്ക് പറ്റിയ ശരീരമുണ്ട്. എന്താണ്? ഒരു പക്ഷിയാണെങ്കിൽ ആരും അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷിക്ക് എവിടെയും പറന്നു നടക്കാം. നോ ആക്സിഡൻസ്, നോ ഹൈജാക്കിങ്. ആക്സിഡന്റും ഇല്ല, ഹൈജാക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ആർക്കും പക്ഷിയെ വളർത്തുകാർക്ക് പിടികൊടുക്കാതിരുന്നാൽ മാത്രം മതി, മനസ്സിലായി? അങ്ങനെ എവിടെ വേണേലും പറന്നു നടക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ഭഗവാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്ന ബോഡി ഏതാന്നുള്ള കാര്യം. പറന്നു നടക്കുന്ന വേണ്ട ആൾക്കാർക്ക് അതിന് പറ്റുന്നത്, നീന്തി നടക്കേണ്ട ആളിന് അതിന് പറ്റുന്നത്, മാംസാഹാരങ്ങൾ മത്സ്യാഹാരങ്ങൾ ഭക്ഷിക്കേണ്ട ആളിന് അതിന് പറ്റുന്നത്. അപ്പൊ ഏതാണോ ഒരു ഭക്തന് ഇതൊന്നുമല്ല ആഗ്രഹമെങ്കിൽ, എനിക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ വൈകുണ്ഠ ധാമത്തിലേക്ക് പോകുന്നതിന് പറ്റിയ ഒരു ശരീരം, അതിന് പറ്റിയ ആധ്യാത്മിക ശരീരം, അതും റെഡിയാണ്. അപ്പൊ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ ശരീരങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സം പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു വെയർ പ്രോപ്പർ ക്ലോത്ത്സ് ഇൻ ദെയർ ബോഡി. ദേ വാണ്ട് ടു എക്സ്പോസ് major part of their body and draw the attention of opposite sex. അല്ലേ? നമുക്കറിയാം പല ആൾക്കാർക്കും അല്പവസ്ത്രധാരിണികളായിട്ടും ധാരണന്മാരുമായിട്ടും ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പൊതുവെ ഈ യൂറോപ്യൻസിനെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് എന്തായിട്ട് ജനിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്? അവര് വസ്ത്രമേ ധരിക്കാത്ത അവസ്ഥയില് വൃക്ഷങ്ങളായിട്ട് ജനിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നു ശാസ്ത്രം. നേച്ചർ സേസ് ടേക്ക് ദ ബോഡി ഓഫ് എ ട്രീ. ഒരു വൃക്ഷമായിട്ട് ജനിക്കുകയാണെങ്കിൽ വൃക്ഷത്തിന് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? ആൻഡ് സ്റ്റാൻഡ് നേക്കഡ് ടു യുവർ ഹാർട്ട്സ് കണ്ടന്റ് ഇൻ ആൾ സീസൺസ് ലൈക്ക് സമ്മർ, വിന്റർ, എക്സെട്ര. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഏത് കണ്ടീഷൻ ആണെങ്കിലും ഒരു ഡ്രസ്സും ധരിക്കാതെ ഇപ്പോഴത്തെ ആഗ്രഹം അനുസരിച്ച് നിനക്ക് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ശരീരം തരും. ആരും വന്നിട്ട് ഒരു മരത്തെയും ഡ്രസ്സ് ധരിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നേക്കഡായിട്ട് അതിന് പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ശരീരം തരും. അതും ഭഗവാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഗോഡൗണില് അതിന് പറ്റുന്ന ശരീരവും ഉണ്ട്. The living entity has a particular form called as Swarupa, which is his eternal form in the spiritual world. That does not change when the living entity moves from one body to another body. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞു ഭഗവാന്റെ ചെറിയ കണമായിട്ട് ഭഗവാന്റെ ഒരു ചെറിയ അംശം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ ചെറിയ അംശത്തിന് ഒരു രൂപമുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്വരൂപ. 400 ഫോം. ഭഗവാന്റെ പരമാത്മാവിന്റെ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും ഉള്ളത് 400 ഫോമില്. അത് നമ്മുടെ ആധ്യാത്മികമായ സ്വരൂപമാണ്. ഭഗവാന്റെ ധാമത്തില് നമ്മൾ ഉണ്ടായിരുന്നത് ഈ രൂപത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഭഗവത്ഗീത നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ പേജുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിൽ ഈ രൂപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും, പല വിധങ്ങളായ ജീവജാലങ്ങൾ, ഒരു ആനയും ഒരു പശുവിനെയും ഒരു മനുഷ്യനെയും ഒരു നായയെയും ചണ്ടാലനെയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തിൽ പറയുന്നു എല്ലാത്തിന്റെ ഹൃദയഭാഗത്ത് ഭഗവാൻ ഇരിക്കുന്നു. ഈ ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്വരൂപ എന്ന് പറയുന്ന ഈ ഫോം ഉണ്ട്. ഈ ഫോമിന് പുറമെയാണ് നമ്മൾ എടുത്തണിയുന്ന മറ്റു ശരീരങ്ങൾ. അത് മനുഷ്യന്റെ ആണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം ഈ ഫോമിന് പുറമെ ഇടുന്ന, അല്ലെങ്കിൽ ഇതിനാണ് ആ ഉടുപ്പ് ധരിച്ചു കൊടുക്കുന്നത്. മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ വൃക്ഷത്തിന്റെയോ പക്ഷിയുടെയോ ഒക്കെ ഏതന്നെയാണെങ്കിലും ഈ സ്വരൂപം എന്ന് പറയുന്നതിന് മാറ്റമില്ല. അത് ഹൃദയത്തിൽ, ഹൃദയഭാഗത്ത് ഏത് ശരീരം എടുത്ത് അണിഞ്ഞാലും അതിന്റെ ഹൃദയഭാഗത്ത്
ഈ സ്വരൂപ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ നമ്മളുണ്ട്, അതിന് മാറ്റമില്ല. ഡെഫിനിഷൻ ഓഫ് കർമ്മം: the function and activity of the living entity within the framework of his free will and under the influence of the three modes of material nature over a span of time. The കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫങ്ഷൻ ആൻഡ് ആക്ടിവിറ്റി ഓഫ് ലിവിങ് എൻറ്റിറ്റി, ഒരു ജീവജാലത്തിന്റെ അതിന്റെ ആക്ടിവിറ്റി, അത് ഒരിക്കലും നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് ആ ഒരു ശരീരത്തിനകത്ത് ഇരുന്നുണ്ട്, വിതിൻ ദ ഫ്രെയിംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോഡിക്കകത്തിരുന്ന് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഇഷ്ടാനുസരണം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഏതൊരു ഭൗതിക ശരീരത്തിൽ ഇരുന്ന് ആ ശരീരത്തിന്റെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിയും, അത് ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ കൂടെ സ്വാധീനത്തിൽ വന്ന് ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലത്തിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. അത് ഏതെല്ലാം രീതിയിലുള്ള കർമ്മം ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഭഗവത്ഗീതയ്ക്ക് അത് വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കർമ്മം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അധീനമാണ്. ആ ത്രിഗുണങ്ങൾ, സത്വവും രജവും തമോ ഗുണവുമായ ഈ മൂന്ന് ഗുണങ്ങളും ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് കൂടുതൽ ഏതു ഗുണത്തിന്റെ സ്വാധീനത്തിലാണ് നമ്മളുള്ളത്, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ മൂന്ന് ഗുണങ്ങളും നമ്മളിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അത് ഈ പ്രകൃതിയിലുള്ള ഗുണമാണ്, പ്രകൃതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഈ മൂന്ന് ഗുണങ്ങളും, സത്വഗുണവും നമ്മളിലുണ്ട്, തമോ ഗുണവും നമ്മളിലുണ്ട്, രജോ ഗുണവും നമ്മളിലുണ്ട്. അത് നമ്മളുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും ഇത് ഏത് ഗുണമാണ് പ്രിഡോമിനന്റ് ആയിട്ട്, കൂടുതൽ എഫക്റ്റീവായിട്ട് ഏതാണ് ഉള്ളതെന്നുള്ളത്. എവറി ആക്ഷൻ ഹാസ് ആൻ അപ്രോപ്രിയേറ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കും അല്ലെ. എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇഫ് സമ്മൺ ഈസ് വെരി ചാരിറ്റബിൾ ഇൻ ഹിസ് നെക്സ്റ്റ് ബർത്ത് ഹി മേ ബി വെരി വെൽത്തി. ഈ ജന്മത്തില് ചാരിറ്റബിൾ ആയിട്ട് ഈ ചാരിറ്റി കൊടുക്കുന്നു, മറ്റു ജീവജാലങ്ങളോട് ദയ കാണിക്കുന്നു, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന ഒരാള്, പയസ് ആക്ടിവിറ്റി, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ ഒരു വെൽത്തി ഫാമിലിയിൽ വന്ന് ജനിക്കാനും സാമ്പത്തികമായിട്ട് നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്നതിനും ഉള്ള അവസരം കിട്ടും. ഇഫ് സമ്മൺ പെർഫോംസ് അബോർഷൻ, he or she will suffer the same fate in the next life. അബോർഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്രകാരം ഉള്ള ഫേറ്റ്, ആ അനുഭവം അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രവും, അതായത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഹിന്ദുയിസം ആണെങ്കിലും ഒരു വൈദിക മതങ്ങളും ഈ അബോർഷൻ എന്ന് പറയുന്നതിനെ അംഗീകരിക്കാത്തത് ഇതുകൊണ്ടാണ്. കാരണം ആ ഒരു ജീവാത്മാവ് വന്ന് ജന്മം എടുക്കാനായിട്ട്, ഒരു ശരീരം എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരാളിനെ, ഒരു ശരീരത്തിനെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിവതും ഒഴിവാക്കണം. ഒരു ആത്മാവിനെ കൊല്ലുന്ന ഒരു ശരീരത്തിനെ നമ്മൾ കൊല്ലുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? അപ്പം ഒരു പുറമെ ജനിച്ച് വെളിയിൽ വന്ന് ജീവിക്കുന്ന ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ അതിനും കിട്ടും. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഗുഡ് കർമ്മ ആൻഡ് ബാഡ് കർമ്മ. There exist so many disparities in the society. Some are poor while some are rich, etc. Some ask, why is God so unfair? This lifetime is not the beginning of our existence. കർമ്മയും കർമ്മത്തിന്റെ റിസൾട്ടും നമുക്ക് ഒന്നാമത്തെ എഡ്യൂക്കേഷനകത്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന മുൻ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ജന്മം എടുത്തിരിക്കുകയാണ് ഇപ്പോഴ്. അതുകൊണ്ടാണ് ഒരേ സമയത്ത് ജനിക്കുന്ന രണ്ട് കുട്ടികളെ, ഒരേ സർക്കംസ്റ്റൻസിൽ ജനിക്കുന്ന രണ്ട് കുട്ടികളെ കമ്പയർ ചെയ്തിട്ട്
അവരുടെ ലൈഫിനെ കമ്പയർ ചെയ്തിട്ട് ഒരാൾ നല്ല രീതിയിൽ വളർന്ന് വലിയ ഹൈ പോസ്റ്റിലും വലിയ ഉന്നതങ്ങളിലേക്ക് പോകുന്നു, ഒരാളിന് ഇതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന. അപ്പൊ അതിനെ കമ്പയർ ചെയ്ത് എഡ്യൂക്കേഷൻ അതിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് ജനിച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ ആദ്യ ജന്മമായിട്ടല്ല വന്ന് ജനിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ആ ജന്മങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി വന്ന് ജനിച്ചിരിക്കുന്നതാണ് ഇവിടെ. അപ്പം ഒരമ്മയുടെ ഉദരത്തിൽ വന്ന് ഇരട്ട കുട്ടികളായിട്ട് ജനിച്ചാൽ പോലും ആ രണ്ടു പേർക്കും ഒരേപോലെയുള്ള സ്വഭാവമോ ഒരേപോലെയുള്ള ബുദ്ധിശക്തിയോ ജീവിത വിജയമോ ഒക്കെ അല്ലെങ്കിൽ മാനസികമായ വ്യാപാരങ്ങളോ ഒന്നും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. കാരണം വന്നിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ജീവാത്മാക്കളാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ അവർ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു. എന്തോ കർമ്മബന്ധം കിടന്നതിന്റെ പേരിൽ ഒരു അമ്മയ്ക്കും അച്ഛനും കുട്ടികളായിട്ട് ഒരു ഉദരത്തിൽ വന്ന് ഒരേ സമയത്ത് ജനിക്കാൻ ഉള്ള ഒരു കർമ്മബന്ധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്ന് ജനിച്ചു എന്നുള്ളൂ. വന്നിരിക്കുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ തന്നെയാണ്. അവരുടെ ഡീഡ്സ്, പാസ്റ്റ് ഡീഡ്സ് എല്ലാം വ്യത്യസ്തങ്ങളാണ്. അവർ ഒരേ കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. അവര് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അവരുടെ ജീവിതം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അത് ഉറപ്പാണ്. കാരണം അവരുടെ കർമ്മഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരേ അമ്മയുടെ ഉദരത്തിൽ വന്നാണ് ജനിച്ചിരിക്കുന്നത്, ഒരേ പേരൻസിന് കുട്ടികളായിട്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. എങ്കിലും അവരുടെ ഭാവി എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ട്വിൻസ് ഉണ്ടായിരിക്കുന്ന കുട്ടികളായിട്ട് ജനിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Two children are born on the same day. One is born with a silver spoon, bright, healthy, wealthy, attractive, with a future full of promise. The second child is born to a mother, a good lady, who was abandoned while pregnant. മനസ്സിലായോ? അപ്പം ഏത് രീതിയിലും ഇത് സംഭവിക്കാം. ഒരു കുട്ടി വന്ന് ജനിച്ചിരിക്കുന്നത് എല്ലാം ആ കുട്ടിയുടെ ജനനം വളരെ ആകാംക്ഷയോടുകൂടി ചിലപ്പോൾ അതിന്റെ പേരൻസ് കാത്തിരിക്കുന്നതാണ്. അത് നല്ല ഭാവിയിലേക്ക്, നല്ല വെൽത്തും ഒക്കെയുള്ള ഒരു ഉന്നതമായ ഒരു കുടുംബത്തിലേക്ക് വന്ന് ജനിക്കുന്നതാകാം. മറ്റേതിന് ഒരു പക്ഷെ ആ കുട്ടിയുടെ ജനനം പോലും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവത്തില്ല. ചില സർക്കംസ്റ്റൻസസിൽ അത് ജനിച്ചു പോയതാകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഒരേ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ജനിക്കുന്ന കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വന്നു ജനിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ അവരുടേതായിട്ട് അവരുടെ മാത്രമായിട്ടുള്ള കർമ്മത്തിന്റെ ഫലങ്ങളുമായിട്ടാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. ആ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ചു തന്നെ തീരണം. അതിനുവേണ്ടിയാണ് വ്യത്യസ്തങ്ങളായ ജന്മമെടുത്ത് ഒരമ്മയുടെ ഉദരത്തിലാണെങ്കിൽ പോലും അവര് വ്യത്യസ്തമായ ജന്മങ്ങൾ എടുത്തിലേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. Just as a person selects an automobile based on personal driving needs and purchasing power, material nature responding to our desires and actions arranges our body. പോക്കറ്റിന്റെ സ്ഥിതി അനുസരിച്ച്, ധനസ്ഥിതി അനുസരിച്ച് ഒരാളിന്റെ ഓട്ടോമൊബൈൽ സെലക്ട് ചെയ്യാം, അല്ലെ? അപ്പം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന വണ്ടി വേറൊരാൾ അത് തന്നെ എടുക്കണമെന്നില്ല. ഒരാളിന് അതിനൊക്കെ കൂടുതൽ വില കൂടിയ ഒരു വണ്ടി എടുക്കാം, ഡിപ്പെൻസ് ഓൺ അവർ പോക്കറ്റ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ സെലക്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മളുടെ ഈ ഭൗതികമായ ശരീരം എന്ന് പറയുന്നത്. നമ്മളുടെ കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ചിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ ഇരുന്നിട്ട് നമ്മൾ അത് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. If one performs action according to the laws of God as given in the scriptures, then it is called karma or good karma. If one wastes this human form of life
which is meant for self-realization by engaging solely in the animalistic activities, then it is bad karma, vikarma. ഇപ്പൊ നമ്മള് ഈ 3 തരത്തിലുള്ള കർമ്മങ്ങൾ, കർമ്മം, വികർമ്മം, അകർമ്മം, അതാണ് കർമ്മത്തിന്റെ 3 വ്യത്യസ്തങ്ങളായ തരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർമ്മം എന്നാൽ എന്താണ്, വികർമ്മം എന്ന് പറയുന്നത് എന്താണ്, അകർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഭഗവത്ഗീത 3ാമത്തെ ചാപ്റ്ററിനകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഉപരിപ്ലവമായിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്ത കാര്യം നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് കർമ്മമെന്നും വികർമ്മമെന്നും അകർമ്മമെന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്ന സ്ലൈഡുകളിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹരി ബോൾ, ഹരേ കൃഷ്ണ.